ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ വളരെ പുതിയൊരു കഥാ വഴിത്തിരിവിലൂടെയാണ് സ്നേഹക്കൂട്ടിലെ കഥ പരമ്പര കടന്നു പോകുന്നത്. വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് പല്ലവി ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഡിവോഴ്സ് കേസ് ഇപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി പല്ലവിയുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട്, പല്ലവിയുടെ ഭാഗം എന്താണ്, തൻ്റെ ശരി എന്താണെന്ന് കോടതിയെ ബോധിപ്പിക്കാനായിട്ട് പല്ലവിക്ക് സാധിച്ചു. പക്ഷേ ഇനി അടുത്ത ഇന്ദ്രന്റെ ഭാഗം വിശദീകരിക്കാനുള്ള ഒരു അവസരമാണ്. അതുകൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ കേസിന്റെ വിധി വരും. പക്ഷേ വിധി പല്ലവിക്ക് അനുകൂലമായിട്ടാണോ അത് ഇന്ദ്രൻ അനുകൂലമായിട്ടാണോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് തന്നെ വലിയൊരു പ്രശ്നത്തിൽ പല്ലവി പെട്ടിരിക്കുകയാണ്. ഇനി ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്നും കൂടി നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് പല്ലവി വന്ന് പെട്ടിരിക്കുന്നത്. പല്ലവി തൻ്റെ വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കും അവിടെ രാജലക്ഷ്മി കാലിന്മേൽ കാലിട്ടിരിക്കുവാണ്. തൻ്റെ സ്വന്തം വീടാണ് എന്നൊരു രീതിയിലാണ് രാജലക്ഷ്മി ഇരിക്കുന്നത്. എന്നാൽ അവിടെ നിന്നും രാജലക്ഷ്മിയോട് സ്ഥിരതാമസം ഇവിടെ ആക്കാൻ പാടില്ല എന്നും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ള രീതിയിൽ അവിടെ പല്ലവി സംസാരിച്ചു. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് രാജലക്ഷ്മി തയ്യാറായിരുന്നില്ല. രാജലക്ഷ്മി തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവിടെ നിന്ന് അവിടെ താൻ അവിടെ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പാറുവും വിഷ്ണുനും തൻ്റെ കൂടെ വരണം എന്നുള്ള ഒരു നിലപാടിലും കൂടിയായിരുന്നു പല്ലവി. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് പല്ലവി തൻ്റെ അമ്മയോടും അച്ഛനോടും സംസാരിക്കുകയും എന്തിനാണ് ഇവരെ അകത്തു കയറ്റി താമസിപ്പിച്ചത് എന്ന് അവരോട് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞത്, വീട്ടിലെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരാളെ നമുക്ക് ഇറക്കി വിടാനായിട്ട് പറ്റത്തില്ലല്ലോ. ഇപ്പം ഇന്ദ്രൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഇവിടെ കയറ്റി താമസിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ വിശ്വൻ്റെ അമ്മ കൂടിയാണ്, അത് പാറുവിൻ്റെ അമ്മായിയമ്മയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നമുക്ക് ഇറക്കി വിടാൻ പറ്റത്തില്ല, അത് പാറുവിൻ്റെ ജീവിതത്തെ ആയിരിക്കും ബാധിക്കുന്നത് എന്ന് മാഷ് പറഞ്ഞപ്പോൾ പല്ലവി ഒരു കാര്യം പറഞ്ഞു. ഇത് ഒരിക്കലും അവർ വന്നത് ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ്. അവരുടെ മനസ്സിലൊരു കാര്യമുണ്ട്, അവരൊരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഈ വീട്ടിലോട്ട് കയറി വന്നതെന്നും ഈ ഒരു വരവ് ഉറപ്പായിട്ട് നമ്മുടെ നാശത്തിന് തന്നെ ആയിരിക്കുമെന്ന് പല്ലവി ഒരു താക്കീത് നൽകി. ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന പാറുവും വിഷ്ണുനും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ചേച്ചി, ഞങ്ങൾ എന്നേക്കുമായിട്ട് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെ പോയി താമസിച്ചോളാം. എന്നാൽ പല്ലവി പറഞ്ഞു, വേണ്ട, ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി താമസിച്ച് ഇപ്പം നിങ്ങൾ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ പോയി താമസിക്കേണ്ട അവസ്ഥ വരും. വേറെ നിങ്ങൾക്ക് വീടില്ല. അങ്ങനെ അവിടെ പോയി താമസിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ്. അവിടെ ഒരിക്കലും പാറുവോ വിഷ്ണു സേഫ് അല്ല. പക്ഷെ ഇവിടെ പാറുവും വിഷ്ണുനും സേഫാണ്. അതിനേക്കാളും നല്ലത് ഇവിടെ തന്നെ നിന്നോളാനാണ് പല്ലവി ആവശ്യപ്പെട്ടത്. ദേഷ്യത്തോടു കൂടി പല്ലവി പുറത്തോട്ട് പോകുമ്പോഴും രാജലക്ഷ്മി പിന്നാലെ പോയി പല്ലവിയോട് സ്നേഹം പ്രകടിപ്പിക്കുകയും എന്നിട്ട് കേസിന്റെ ഈ ഒരു ഡിവോഴ്സ് കേസ് പിൻവലിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം അത്രത്തോളം ഇന്ദ്രൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഇന്ദ്രനെ ഞാൻ സ്നേഹിക്കാനോ ഇന്ദ്രനുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി അങ്ങനെ ചെയ്യത്തുമില്ല. കാരണം അത്രത്തോളം ഞാൻ വേദനകൾ അനുഭവിച്ചു. ഇനി ഇന്ദ്രൻ കാരണം തനിക്ക് വേദനകൾ അനുഭവിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് പല്ലവി പറയുന്നത്. ഇന്ദ്രന്റെ കയ്യിൽ നിന്നും കേസിന് ഡിവോഴ്സ് പല്ലവിക്ക് കിട്ടത്തില്ല. കേസിന്റെ വിധി ഇന്ദ്രന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. ഉറപ്പായിട്ട് പല്ലവി കേസിൽ തോക്കുമെന്ന് പറയുമ്പോഴും പല്ലവി പറഞ്ഞ കാര്യം, അങ്ങനെ തോൽക്കുമെന്ന് രാജലക്ഷ്മി ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ പല്ലവി ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, അങ്ങനെ കേസ് തോറ്റാലും എനിക്ക് കുഴപ്പമില്ല, എന്തായാലും കേസ് തോറ്റാലും ഞാൻ ഇന്ദ്രന്റെ കൂടെ ജീവിക്കത്തില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ, ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് പല്ലവി. എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അവിടെ പൊന്നുമടത്തിൽ മറ്റൊരു വിശേഷവും കൂടി ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. ഇന്ന് ഋതുവിന്റെ പിറന്നാളാണ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഋതുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. കേക്കൊക്കെ കട്ട് ചെയ്തു, അവിടെ വലുതായിട്ട് അലങ്കരിച്ച് കേക്കൊക്കെ മേടിച്ചു. ഋതുവിനെ കൊണ്ടുവന്ന് കേക്കൊക്കെ മുറിച്ചു. സ്നേഹത്തോടു കൂടി തൻ്റെ ഏട്ടനായ സേതു തന്നെ ഋതുവിൻ്റെ വായിൽ കേക്കൊക്കെ മുറിച്ച് വായിൽ വെച്ച് കൊടുത്തു. സന്തോഷത്തോടു കൂടി എല്ലാവരും ആഘോഷിച്ച് അത് ഭയങ്കര ആഘോഷമാക്കി മാറ്റി. എന്നാൽ ഈ ആഘോഷം അവിടെ പുന്നുമടത്തിൽ നടക്കുമ്പോൾ രാത്രി പ്രതാപൻ ഇന്ദ്രൻ്റെ കയ്യിലൊരു പാ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പായും തൻ്റെ ഡ്രസ്സും സാധനങ്ങളും കൂടി കൊണ്ട് രാത്രി ആരും കാണാതെ ഇന്ദ്രൻ പുറകു സൈഡിലെ വാതിലിൻ്റെ പതുക്കെ കയറി ആരും കാണാതെ വീടിനകത്ത് കയറുകയും എന്നിട്ട് അവിടെ താമസിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുവാണ്. ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഇന്ദ്രനെ ഇറക്കി വിടാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അത് സാധിക്കാത്ത വിധം ഇന്ദ്രൻ അവിടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കേസിൽ ഇപ്പോൾ എല്ലാവരും പല്ലവിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പല്ലവി പറയുന്ന കാര്യങ്ങളും കോടതിയിൽ കേൾക്കാനായിട്ട് ജഡ്ജി കേട്ടു. പക്ഷേ
എന്നോട് ഈ കേസിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ന്യായങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പല്ലവിയുമായിട്ടുള്ള ഡിവോഴ്സ് കോടതി തരത്തില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇന്ദ്രൻ അവിടെ കയറി പറ്റിയിരിക്കുന്നത്. താനും പല്ലവിയെ ഒരു കാരണവശാലും ഉപദ്രവിക്കത്തൊന്നുമില്ല, പല്ലവിയുമായിട്ട് നല്ല സ്നേഹത്തിലാണെന്നും അവിടെ കുടുംബക്കാരെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രന്റെ ഈ ഒരു ശ്രമം. ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കും, ഇത് വലിയൊരു പ്രശ്നത്തിലോട്ട് ചെന്നെത്തുമോ, ഇനി ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ പല്ലവി രക്ഷപ്പെടും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരെ